മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രശസ്തനായ ഫ്രഞ്ച് തത്വശാസ്ത്രജ്ഞൻ ഗേബ്രിയൽ മാർസൽ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: If you love someone is to tell that person you will not die. If you love someone is to tell that person that you will not die. എല്ലാവരോടുമായിട്ട് ഈ സത്യം പറഞ്ഞിരിക്കുക നമ്മുടെ കർത്താവ് മാത്രമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. വിശുദ്ധ കുർബാന, വിശുദ്ധ തോമസ് അക്വൈനസ് നമ്മെ പഠിപ്പിക്കുന്നു നിത്യജീവന്റെ കൂദാശയ. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച് വത്തിക്കാൻ സുനദോസിന്റെ പ്രമാണരേഖ നമ്മെ പഠിപ്പിക്കുന്നു, യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരശിലയാണ് വിശുദ്ധ കുർബാന. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസ നെഹ്റു അവാർഡ് സ്വീകരിച്ച അവസരത്തിൽ മദർ തെരേസയോട് അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു: മദറിൻ്റെ ജീവിത വിജയ രഹസ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന്. അപ്പോൾ മദർ തെരേസ പറഞ്ഞത് ഇതാണ്: എൻ്റെ ജീവിതം വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു സത്യം എനിക്കറിയാം, എല്ലാ ദിവസവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയിലെ ഈശോയോടൊത്ത് ചെലവഴിക്കുന്നുവെന്ന്. രൂപതാ വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വിയാനി പ്രകാരം പറയുന്നുണ്ട്: ലെറ്റ് യൂക്കറിസ്റ്റ് ബി യുവർ സ്പിരിച്വൽ ആങ്കർ. വിശുദ്ധ കുർബാന നിന്റെ ജീവിതത്തിന്റെ നങ്കൂരമായിരിക്കട്ടെ എന്ന്. വീണ്ടും ജോൺ മേരി വിയാനി പുണ്യവാനി പ്രകാരം പറയുന്നു: രക്തസാക്ഷിത്വവും വിശുദ്ധ ബലിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രക്തസാക്ഷിത്വം ഒന്നുമല്ല വിശുദ്ധ ബലിയുടെ മുൻപിൽ എന്ന്. കാരണം എന്താ? രക്തസാക്ഷിത്വത്തിൽ മനുഷ്യൻ ദൈവത്തിനായിട്ട് മനുഷ്യനെ രക്തം ചിന്തിക്കൊണ്ട് ബലിയർപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ ബലിയിലോ കർത്താവ് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് അവർ ലൈഫ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് പ്രകാരം പറയുന്നുണ്ട്: ഓരോ പ്രഭാതത്തിലും ഒരു പിഞ്ചു കുഞ്ഞുണരുമ്പോൾ മമ്മി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ മമ്മിയുടെ അടുക്കിലേക്ക് ഓടുന്നത് പോലെ മക്കളെ ഉണരുമ്പോഴേ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഓടിയണയുക എന്ന്. നമ്മെ കാത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഹൃദയം വിതുമ്പിക്കൊണ്ട് കാത്തിരിക്കുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ അനുഭവിക്കുന്ന വേദനകളിലെ ഏറ്റവും വലിയൊരു വേദനയാണ് സക്രാരിയിലെ ഏകാന്തത എന്ന് പറയുന്നത്. മനോഹരമായ ദേവാലയങ്ങൾ നമ്മൾ പണിയുന്നു, മനോഹരമായ സക്രാരികൾ നമ്മൾ വില കൊടുത്ത് മേടിക്കുന്നു, കർത്താവിനെ നമ്മുടെ അവിടെ പൂട്ടിവെച്ചിട്ട് കടന്നു പോകുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പരിശുദ്ധ പിതാവായി ചാർജ് എടുത്തതിന് ശേഷം ഇന്ന് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം എന്താണ് എന്ന് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 24 hours ഓഫ് അഡോറേഷൻ ഓഫ് ദ യൂക്കറിസ്റ്റ്. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുസന്നിധിയിൽ 24 മണിക്കൂറും വേദനയോടുകൂടി പ്രാർത്ഥിക്കുക, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുന്നു. ഞാൻ ഓർക്കുകയാ, കഴിഞ്ഞ വർഷം ഈ കൺട്രിയിൽ തന്നെ ഒരു സ്ഥലത്ത് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ഉപസ്ഥിതിയെക്കുറിച്ച് പിള്ളേരോട് സംസാരിച്ചപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ വന്നു. അവർക്ക് എംപിറിക്കൽ പ്രൂഫ്സ് വേണം, എന്ന് പറഞ്ഞാൽ ലബോറട്ടറി പ്രൂഫ്സ് വേണം. അവിടെ ഈശോ ഉണ്ട് എന്ന് അവർ തൊട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ അവരോട് പറഞ്ഞു മടുത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ വെറും 13-14 വയസ്സുള്ള ഒരു കൊച്ച് ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ പറയുകയാ: അച്ഛാ, ലെറ്റ് ദം നോട്ട് ബിലീവ്. അവർ വിശ്വസിക്കണ്ട, പക്ഷേ ബ്ലാക്ക് മാസിന് പോകുന്നവര് അവര് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന, കൂദാശ ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാന അവരെടുത്തുകൊണ്ടുപോയി പിശാചിന് സമർപ്പിക്കുന്നത് എന്ന്. ആ കൊച്ചാ ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആർക്കും ഒരു ചോദ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ കൂദാശ ചെയ്യപ്പെടുന്നതിന് മുമ്പിൽ വെച്ചിരിക്കുന്ന
ഓസ്തി എടുത്താൽ മതിയല്ലോ. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അത്. കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തി എന്തുകൊണ്ട് അവരെടുക്കുന്നു? കാരണം അവിടെ ഈശോ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുന്ന ബോധ്യം അവർക്കുണ്ട്, പിശാചിനെ ബലിയർപ്പിക്കുന്നവർക്കുണ്ട്. പക്ഷേ കത്തോലിക്കരായ നമുക്കുണ്ട്. ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ മാറിയിരിക്കും? വിശുദ്ധ അൽഫോൻസ് ലിഗരി ഇപ്രകാരം പറയുന്നു, even God cannot bring about an action which is greater and holier than the celebration of the Eucharist. ദൈവത്തിന് പോലും വിശുദ്ധ കുർബാനയിൽ കഴിഞ്ഞ മറ്റൊരു കാര്യം ചെയ്യുക സാധ്യമല്ല. കാരണം വിശുദ്ധ കുർബാന ദൈവത്തിന്റെ പരമമായ പരിശുദ്ധമായ ബലിയർപ്പണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പാരീസിലെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, മക്കളെ, വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നിങ്ങൾ അണയുമ്പോൾ നിങ്ങൾ കാൽവരിയിലേക്കാണ് കടന്നു വരിക എന്ന യാഥാർത്ഥ്യം മറക്കരുത് എന്ന്. കാൽവരി ബലിയുടെ പുനരാവർത്തനമാണ് വിശുദ്ധ ബലിയിൽ നടക്കുക എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, വിശുദ്ധ പാദ്രി പിയോ പറയുന്നുണ്ട്, ഇന്ന് ദേവാലയങ്ങളിൽ എല്ലായിടത്തും മനുഷ്യരെ, ക്രൗഡിനെ നിയന്ത്രിക്കുവാൻ പോലീസിന്റെ ആവശ്യം നമുക്കുണ്ടാകുമെന്ന്. അത്രമാത്രം ജനങ്ങൾ അവിടേക്ക് കൂടുമെന്ന്. ഇന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുക ലോകത്തില്? വിശുദ്ധ കുർബാനയുള്ള യേശുവിന്റെ ഉപസ്ഥിതിയെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുക, വിശുദ്ധ കുർബാനയെ അവഹേളിക്കുക, അശുദ്ധമായ രീതിയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വേദനയോടുകൂടി പറഞ്ഞു, ഐ സീ എ റിയാലിറ്റി ടുഡേ. ആ റിയാലിറ്റി എന്താ? ഇന്ന് കുമ്പസാരക്കൂടുകളിലേക്കുള്ള ലൈനുകൾ കുറയുന്നു, വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ലൈൻ നീളം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അശുദ്ധമായ രീതിയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിക്കുക? വളരെ വ്യക്തമായിട്ടും പൗലോസ് ശ്ലീഹ എടുത്തു പറയുന്നു, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിനും തിരുശരീരത്തിനും എതിരായി നാം പാപം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മിൽ ചിലരെല്ലാം രോഗികളും മരിച്ചുപോയതുമെന്ന്. എന്ത് മരണത്തെക്കുറിച്ച്, എന്ത് രോഗത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ അവിടെ പറയുക? ആത്മീയ മരണത്തെക്കുറിച്ച്, ആത്മീയ രോഗത്തെക്കുറിച്ച്. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോവുക സാധ്യമല്ല. കാരണം ഇറ്റ് ഈസ് ദ സാക്രമെന്റ് ഓഫ് ലൈഫ്. നിത്യജീവന്റെ കുദാശയാണത്. ഞാൻ ഏത് വ്യക്തി എന്നോട് വന്ന് സംസാരിക്കുമ്പോഴും, അതൊരു സമർപ്പിതനായിരിക്കട്ടെ, സമർപ്പിതയായിക്കൊള്ളട്ടെ, ഒരു അൽമായ ആയിക്കൊള്ളട്ടെ, ഞാൻ ആദ്യമേ ചോദിക്കുക ചോദ്യം ഇതാ, ഹാവ് യു സ്റ്റാർട്ടഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ യൂക്കറിസ്റ്റ് അൺവർദിലി? ഹാവ് യു സ്റ്റാർട്ടഡ് റിസീവിംഗ് ദ യൂക്കറിസ്റ്റ് അൺവർദിലി? Then your destruction begins. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നശിച്ചു പോവുക സാധ്യമല്ല. അത് ഈശോയുടെ വാഗ്ദാനമാണ്. അതേസമയം വിശുദ്ധ കുർബാന അയോഗ്യതയോടുകൂടി നാം സ്വീകരിക്കുവാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിത്യമരണത്തിലേക്കാണ് നമ്മുടെ യാത്രയെന്ന് മനസ്സിലാക്കണം. ഈശോയുടെ കയ്യിൽ നിന്നും വിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിച്ചതാരാ? നിങ്ങൾ ഉത്തരം പറഞ്ഞേ. അല്ല, യൂദാസ് ആവട്ടോ. അന്ത്യത്താഴത്തിന്റെ സമയത്ത് എടുത്ത് ആർക്കാ കൊടുത്തത്? എന്നിട്ട് യൂദാസിലേക്ക് ആരാ കടന്നത്? സാത്താൻ പ്രവേശിച്ചു. ശിക്ഷാവധിയാണ് അവൻ പാനം ചെയ്ത്. അവൻ സംഭവിച്ചെന്താ? പോയി തൂങ്ങിച്ചത്തു, അല്ലേ? അയോഗ്യതയോടുകൂടെ, വഞ്ചന നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈശോയെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കണം. ഒന്നാമതായിട്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുക. രണ്ടാമതായിട്ട് നമ്മളൊരു സത്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, വിശുദ്ധ കുർബാന ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി ഓഫ് ഗോഡ്സ് ലവ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ഫിലോസോഫിക്കലി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു സത്യം. There is a truth but which is beyond our comprehension or understanding. വിശുദ്ധ തോമസ് അക്വൈനസ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ വിശുദ്ധനാണ്. അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, if you look at a crucifix, there you can at least see the humanity of Jesus. വിശുദ്ധ കുരിശിലേക്ക് നോക്കിയാൽ ഈശോയുടെ മനുഷ്യത്വം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ കോൺസക്രേറ്റ് ചെയ്യപ്പെട്ട, കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയിലേക്ക് നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ അവിടെ യേശുവിന്റെ ദൈവികത്വമോ മനുഷ്യത്വമോ നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് നോക്കി കാണുക സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടി നിങ്ങൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ കർത്താവിനെ അവിടെ ദർശിച്ചിരിക്കുമെന്ന്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, മനുഷ്യന്റെ ചിന്താഗതികൾ കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യമല്ലാതെ ലോകത്തിലെ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ലബോറട്ടറിയിൽ നിങ്ങൾ കൊണ്ടുപോയാലും അവിടെ ഈശോയെ നിങ്ങൾ കണ്ടെത്തുകയില്ല. പക്ഷെ വിശ്വസിക്കുന്ന ഒരു നയനം കൊണ്ട് നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ ഈശോയെ കണ്ടെത്തിയിരിക്കും. അപ്പൊ ഈശോയെ നമ്മൾ സ്നേഹിക്കണം. ഈശോയുടെ തിരുസന്നിധിയിൽ ആ
രഹസ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. തിയോളജിയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ ഈശോ എപ്രകാരം ഉപസ്ഥിതനായിരിക്കുക. വിത്ത് ഹിസ് ബോഡി, ബ്ലഡ്, സോൾ ആൻഡ് ഡിവിനിറ്റി റിയലി ട്രൂലി സബ്സ്റ്റാൻഷ്യലി പ്രസന്റ്. ഈ വിശ്വാസം നമുക്ക് കർത്താവ് നൽകിയ കൂദാശയിൽ ഉൾക്കൊള്ളുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിശ്വാസത്തോടുകൂടി ഒരു പിഞ്ഞു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടുകൂടി നമ്മൾ കടന്നു വരണം. നമുക്കാർക്കും നഷ്ടബോധമില്ല. നമ്മൾ ഞായറാഴ്ച വേണമെങ്കിൽ എന്ത് ചെയ്യും? പാർട്ടിക്ക് പോകുമല്ലോ. നമ്മൾ ഞായറാഴ്ച കുർബാന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമല്ലോ. ആരെ വിട്ടിട്ട് എവിടേക്ക് പോകുന്നു? ഏറ്റവും വലിയ സ്നേഹത്തിന്റെ രഹസ്യം മാറുപിളർന്ന് ഈശോ നൽകുന്ന രഹസ്യമാണ് വിശുദ്ധ കുർബാന. മനോഹരമായിട്ട് നമ്മൾ പാടാറില്ലേ, മാറുപിളർന്നൊരു സ്നേഹമേ എന്ന്? എവിടുന്നാ അത് വരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുക, ബാംഗ്ലൂർ ഒരിക്കല് ചെറുപ്പക്കാരുടെ ധ്യാനത്തിന്റെ സമയത്ത് 22 വയസ്സുള്ളൊരു ഹൈന്ദവ പെൺകുട്ടി ആ ധ്യാനത്തിൽ കൂടുന്നുണ്ടായി. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അവളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വിശുദ്ധ കുർബാന കൊടുക്കേണ്ട സമയമായപ്പോൾ ഞാൻ താഴത്തെ സെല്ലർ ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് വരുവാൻ പോയി. വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ഞാൻ വരുമ്പോൾ ഇവിടെ നടയിലിരുന്ന് കരയുന്നുണ്ട്. ഞാൻ കുർബാന കൊടുത്തിട്ട് ബാക്കിയുള്ളത് തിരിച്ചു വയ്ക്കുവാനായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴും അവൾ ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. തിരിച്ച് കയറി വരുമ്പോൾ എൻ്റെ കാല് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛനല്ലേ പറഞ്ഞത് ഈശോ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് വരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈശോയെ തരുന്നില്ല എന്ന്? ഞാൻ പറഞ്ഞു, മോളെ, കുർബാന കഴിയട്ടെ, ഞാൻ നിന്നോട് വിശദീകരിച്ച് പറയാമെന്ന്. കുർബാന കഴിഞ്ഞ പെൺകുട്ടിയെ ഞാൻ വിളിച്ചു, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞു, സഭയുടെ നിയമങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടിയെ പറഞ്ഞു, എന്താണെന്നറിയോ, എനിക്ക് നിങ്ങളുടെ നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എന്നെങ്കിലും ഞാൻ വിവാഹിതയായാൽ ഒരു കത്തോലിക്ക യുവാവിനെ വിവാഹം കഴിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്കൊന്ന് കടന്ന് ചിന്തിച്ചു നോക്കുക. സ്നേഹബന്ധങ്ങളുടെ പേരിൽ, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ കൗദാശിക ജീവിതം വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മളെ മക്കൾ കടന്നു പോകാറില്ലേ? കാരണം എവിടെയാ കിടക്കുക? ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ? സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കുദാശയാണ് വിശുദ്ധ കുർബാന എന്ന രഹസ്യം അവരുടെ ജീവിതത്തിൽ അനുഭവവേദമാകുന്ന രീതിയിൽ അവരെ നമ്മൾ വളർത്തുന്നുണ്ടോ? വിശുദ്ധ ജോൺ മേരി വിയാനി പുണ്യവാനി പ്രകാരം പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കൊച്ചുവിരൽ പിടിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് നടക്കുമ്പോഴാണ് വിശുദ്ധിയുടെ പാഠങ്ങൾ ഞാൻ ആദ്യമായി പഠിച്ചത്. എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണുനീരോടുകൂടി അല്ലാതെ ഓർക്കുക എനിക്ക് സാധ്യമല്ല എന്ന്. മാതാപിതാക്കളെ, മക്കളെ വിശ്വാസത്തിൽ വളർത്തുക, കൗദാശിക ജീവിതത്തിൽ വളർത്തുക. നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസങ്ങളിൽ, ശനിയാഴ്ച വൈകുന്നേരം കുർബാനയും കണ്ട് ഞായറാഴ്ച പാർട്ടിക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ഞായറാഴ്ച ദിവസം പരിശുദ്ധമായി ആചരിക്കണം. വിശുദ്ധ ബലിയിൽ പങ്കാളികളായി തീരണം. മക്കളോടൊപ്പം ആ കുടുംബമാകുന്ന ഇടവകയിലേക്ക് വന്നുകൊണ്ട് ഇടവകയുടെ നാഥനായ വികാരിയച്ഛനോട് ചേർന്നുകൊണ്ട് ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദാറ്റ് ഷുഡ് ബി ദ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ യുവർ ലൈഫ്. വിശുദ്ധ കുർബാനയിലെ ഈശോയെ സ്വീകരിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ യു ഷുഡ് ബി റെസ്റ്റ്ലെസ്. ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുക, ഇന്ന് എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് കൊള്ളാനവർ വരിക? എത്ര സ്നേഹത്തോടുകൂടെ. We have lost that reverence for the sacrament of the Eucharist, അല്ലേ? ചിലരൊക്കെ വന്നിച്ച് കൈ നീട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇതെന്തോ സാധനം മേടിക്കാൻ വരിക. നമ്മൾ സാധനം മേടിക്കാനാണോ വരുന്നത്? അതെയോ? We are coming to receive the most holy person. ഒരു വസ്തുവല്ലത്. It is the person of Jesus. അപ്പൊ എത്ര സ്നേഹത്തോടുകൂടെ, എത്ര ഭക്തിയോടുകൂടെ, എത്ര ആദരവോടുകൂടി നമ്മൾ സ്വീകരിക്കണം. ഞാൻ ഓർക്കുക, പണ്ടൊക്കെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോകാൻ പറ്റാതെ വരുമ്പോൾ വിശുദ്ധ കുർബാന കൊണ്ടുവരുമ്പോൾ അന്നൊരു സെലിബ്രേഷൻ്റെ ദിവസമാണ്. മിറ്റമെല്ലാം രാവിലെ അമ്മച്ചിയൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഞാൻ ഓർക്കുക, എൻ്റെ വല്യമ്മച്ചിയൊന്നും രാവിലെ വെള്ളം പോലും കുടിക്കില്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വയ്ക്കും, ഒരു സ്പൂൺ അടുത്ത സൈഡിൽ വെച്ചിരിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ അവർ വെള്ളം പോലും കുടിക്കില്ല. അന്ന് ഞങ്ങളുടെ വികാരിച്ചനായ ഫാദർ ജോർജ് കൊടകനാടി അച്ഛൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? മോട്ടോർ സൈക്കിളിൻ്റെ മുൻപിൽ മാലയിടും. അത് അറിയിക്കാനായിട്ട് വിശുദ്ധ കുർബാന കൊണ്ടാണ് വരുന്നത്. അവിടെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അവരൊരു തുള്ളി വെള്ളം പോലും. ഇന്ന് നമുക്കൊക്കെ എന്താ സംഭവിക്കുക? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടെംപ്റ്റ്. മുറ്റത്തെ മുല്ലയ്ക്ക്
മണമില്ല. ഇതൊരു സാധാരണ കൂദാശ. ഞായറാഴ്ച വന്നുപോയി, അല്ലാത്ത ദിവസങ്ങളിൽ വന്നുപോയി. വിശുദ്ധ കുർബാനയിലെ ഈശോയെ സ്നേഹിക്കണം, ഈശോയുടെ തിരുസന്നിധി നമ്മളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രശസ്തനായ ചൈനീസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ടാങ് 21 വർഷം അദ്ദേഹം ചൈനയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി 21 വർഷം ഒരു ജനൽ പോലും ഇല്ലാതിരുന്ന ജയിലിൽ അടയ്ക്കപ്പെട്ട അദ്ദേഹം ആദ്യത്തെ 5 വർഷം അന്ധകാരം നിറഞ്ഞ് ജയിലിൽ കിടന്നിട്ട് അദ്ദേഹത്തിന് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് പുറത്തു വരുവാനായിട്ട് അനുവാദം കിട്ടി. പുറത്തിറങ്ങി വന്ന ആ മനുഷ്യൻ താടിയെല്ലാം വളർന്ന് മ്ലേച്ഛമായ ശരീരം മുഴുവനും ചീഞ്ഞെളിഞ്ഞ രീതിയിൽ മണക്കുന്ന അവസ്ഥയിൽ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തോട് പോലീസുകാർ ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട് ടു ഡു? എന്ത് ചെയ്യണം? കുളിക്കണോ? താടി വടിക്കണമോ? അതോ നിന്റെ പ്രിയപ്പെട്ടവരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യണമോ? അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയോ? ഐ വാണ്ട് ടു സേ മൈ യൂക്കറിസ്റ്റ് ഹിയർ ആൻഡ് നൗ. എനിക്കിപ്പോൾ ഇവിടെ വിശുദ്ധ ബലിയർപ്പിക്കണം. നിങ്ങളുടെ ഫേമസ് അമേരിക്കൻ ജെസ്യൂട്ട് ജോൺ ക്ലിഫർഡ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ് അദ്ദേഹം വേദനയോടുകൂടി എഴുതുന്നുണ്ട്. ഷാങ്ഹായ് പ്രിസണിൽ ചൈനയിൽ അദ്ദേഹം അട കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയോ? I had not said mass or received holy communion for 888 days. വേദനയോടുകൂടെ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എഴുതി, 888 ദിവസം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ല, വിശുദ്ധ ബലിയർപ്പിച്ചില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന്. നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ, എത്ര ദിവസം നിങ്ങൾ വിശുദ്ധ കുർബാന കൂടാതൊട്ടവരുണ്ട്? എത്ര ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്നിട്ടുണ്ട്? എത്ര ദിവസം വിശുദ്ധ കുർബാന മാറ്റിവെച്ച് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്? വിശുദ്ധ ബലിയിൽ എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുക? ഞാൻ മുമ്പേ പറഞ്ഞു, അൽഫോൻസ് ലിഗരി പറയുന്നു, ദൈവത്തിന് പോലും വിശുദ്ധ ബലിയേക്കാൾ കവിഞ്ഞ മറ്റൊരു കാര്യം ചെയ്യുക സാധ്യമല്ല. വിശുദ്ധ പാദ്രി പിയോ വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹം നിന്നുകൊണ്ട് കരയുമായിരുന്നു. പഞ്ചശതങ്ങളിൽ നിന്ന് രക്തം വാർന്നൊഴുകുമ്പോൾ ഒരിക്കലും കൊച്ചുകുട്ടികൾ അദ്ദേഹത്തോട് ചോദിച്ചു, പാദ്രേ, വൈ ഡു യു സ്റ്റാൻഡ് ആൻഡ് വീപ് ഡ്യൂറിംഗ് ദ മാസ്? അപ്പോൾ പാദ്രി പിയോ പറഞ്ഞ എന്താണെന്നറിയോ? ഐ ആം നോട്ട് സ്റ്റാൻഡിങ്, ഐ ആം ഹാങ്ങിങ്. ഞാൻ നിൽക്കുകയല്ല, ഞാൻ ക്രൂശിതനായ എൻ്റെ കർത്താവിനോട് ചേർന്ന് കുരിശിൽ ഇതാ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാദ്രി പിയോയോട് കൊച്ചുകുട്ടികൾ ചോദിച്ചു, പാദ്രേ, ഹൗ ഷുഡ് വി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാസ്? വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ എങ്ങനെ പങ്കാളികളാകണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ആദ്യത്തെ വിശുദ്ധ ബലിയിൽ പരിശുദ്ധ കന്യകാമറിയവും യോഹന്നാനും അവിടുത്തെ സ്നേഹിച്ച ഭക്തസ്ത്രീകളും പങ്കാളികളായതുപോലെ കാൽവരിയിൽ ഈശോ ബലിയർപ്പിച്ചപ്പോൾ ഈശോയുടെ ഒരു സൈഡിലായിരുന്ന പരിശുദ്ധി അമ്മ മഗ്ദലേന മറിയം, യോഹന്നാൻ എന്നിവരും മറ്റൊരു സൈഡിലായിരുന്ന പടയാളി യഹൂദ പ്രമാണികൾ. നാമൊക്കെ ഏതു കൂട്ടത്തിലാണ് ഉള്ളത്? പടയാളികൾ യഹൂദ പ്രമാണികൾ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാറില്ല ചിലപ്പോഴൊക്കെ. ഞാൻ പിള്ളേരോട് ചോദിക്കാറുണ്ട്, വിശുദ്ധ ബലിയുടെ സമയത്ത് നമ്മുടെ മക്കൾ ഇരുന്ന് ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുക, അവരെന്താ ചെയ്യുക? ഞാൻ നേരത്തെയൊക്കെ പിള്ളേരോട് ചോദിക്കും, പിള്ളേർ പറയുമായിരുന്നു എന്താണെന്നറിയോ, ഞങ്ങൾക്ക് മലയാളം തിരിയുന്നില്ല എന്ന്. ഒരു ഭാഷ തിരിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ മക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുമോ? നമ്മളൊക്കെ ജോലി കഴിഞ്ഞ് തളർന്ന വരുന്ന വിശുദ്ധ കുർബാനയ്ക്ക് അല്ലേ 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 അല്ലേ? പരിശുദ്ധ അമ്മയോ, ആദ്യത്തെ ബലിയിൽ പങ്കാളിയായ അമ്മയോ, എത്രയോ മണിക്കൂർ നീണ്ടു നിന്ന വേദനാജനകമായൊരു യാത്രയ്ക്ക് ശേഷമായിരുന്നു അമ്മ ആ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലായിരുന്നത്. പ്രിയപ്പെട്ടവരെ, വാസ് ഷീ ഡിസ്ട്രാക്റ്റഡ്? വാസ് ഷീ ടയേർഡ്? പരിശുദ്ധ അമ്മ വിതുമ്പുന്ന ഹൃദയത്തോടുകൂടെ തൻ്റെ പുത്രന്റെ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. വളരെ വ്യക്തമായിട്ടും വിശുദ്ധ ബനവൻചർ പറയുന്നു, കാൽവരിയിൽ 2 ബലിവേദികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈശോ കുരിശിൽ ബലിയർപ്പിച്ച ആ കുരിശ്, 2 പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. ഇന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാ ബലിവേദിക്ക് സൈഡിലും
അന്ന് നിന്നതുപോലെ നമുക്ക് അദൃശ്യയായ പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ബലിവേദിയുടെ സൈഡിലും ഇന്നും നിൽക്കുന്നുവെന്ന്. പരിശുദ്ധി അമ്മയുടെ ആ അർപ്പണ ബോധത്തോടുകൂടെ നിർമ്മലമായ മനസാക്ഷിയോട് നമ്മൾ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാറുള്ളേ, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ വിശുദ്ധ ബലിയിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വിശുദ്ധ ബ്രിജിറ്റിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അമ്മയുടെ ഏറ്റവും വലിയ വേദന എന്തായിരുന്നു നിങ്ങൾക്കറിയുമോ? എൻ്റെ പിതാവേ, അങ്ങനെ കൈവിടിഞ്ഞോ എന്ന് ഈശോയുടെ ഭക്തൻ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു? പരിശുദ്ധയമ്മ വേദനയോടുകൂടി പറഞ്ഞു, ആ നിമിഷം മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ആ ദീനരോധനം വിട്ടുപോയില്ല എന്ന്. സെയിന്റ് പീറ്റർ ഓഫ് വെറോണ ഇങ്ങനെ എടുത്തു ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ഏറ്റവും വലിയ വേദന എന്ന് മരിക്കുന്ന ഒരു കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാൻ സാധിക്കാത്ത ഒരമ്മയുടെ വേദന ഈശോയേക്കാൾ കവിഞ്ഞ ഏറ്റവും സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു മകൻ, ഒരു മകൾ, ഒരു വ്യക്തിക്കുണ്ടാവുക സാധ്യമല്ല. എത്രയോ വേദനയോടുകൂടി അമ്മ കുരിശൻ ചുവട്ടിലായിരുന്നു. നമ്മളൊക്കെ വിശുദ്ധ ബലിയിലാകുമ്പോൾ എപ്രകാരമാണ് ആയിരിക്കുക? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈശോയുടെ തിരുസന്നിധിയിൽ സ്നേഹത്തോടുകൂടിയാണോ, വിശുദ്ധിയോടുകൂടി? അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. ഏറ്റവും വലിയ സൗഖ്യത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. നമ്മുടെ വേദനകൾ മനസ്സിലാക്കുവാൻ, നമ്മുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുവാൻ, നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ ഈശോയേക്കാൾ മറ്റാർക്കും സാധിക്കുകയില്ല. ഞാനിത് പറയുമ്പോൾ ഓർക്കുക, ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ പറയുക. ഞാൻ ബാംഗ്ലൂർ സെയിൻറ്റ് പീറ്റേഴ്സ് സെമിനറിയിൽ പഠിക്കുന്ന അവസരത്തിൽ എൻ്റെ പട്ടം കഴിഞ്ഞ വർഷം എനിക്ക് വളരെ വേദനാജനകമായൊരു സംഭവം ഉണ്ടായി. ഒത്തിരി വേദനിച്ച് 2-3 ദിവസം കരഞ്ഞുകൊണ്ട് നടന്നു. 3-ാമത്തെ ദിവസം രാത്രിയിൽ എല്ലാവരും, ഹോസ്റ്റലിൽ ഞങ്ങൾ 33 അച്ഛന്മാരുണ്ടായിരുന്നു, എല്ലാവരും കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി ഒരു 11:30 കഴിഞ്ഞപ്പോൾ ഞാൻ 2-ാം നിലയിൽ കയറിപ്പോയി വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് പോയി. ഞാൻ ദേവാലയത്തിൽ കടന്നു. അത് ഉള്ളിൽ നിന്നും അടച്ചിട്ട് പുറകിലെ സങ്കീർത്തിയിൽ ഒരു കൊച്ചു മുറിയിൽ പോയി ബലിവേദി ഒരുക്കി വിശുദ്ധ ബലി അർപ്പിക്കുകയായിരുന്നു. വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കാസയിലേക്ക് വീഞ്ഞും വെള്ളവും ഒഴിച്ചു. അപ്പോൾ ഒരു തുള്ളി കണ്ണുനീരറിയാതെ കാസയിൽ വീണുപോയി. ഞാൻ ഉടനെ കണ്ണുനീര് തുടച്ചു, വിശുദ്ധ ബലി അർപ്പിച്ചു. വിശുദ്ധ ബലി അർപ്പിച്ചു കഴിഞ്ഞ് ഞാൻ മെയിൻ ചാപ്പലിൽ വന്ന് കുറേ നേരം ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒത്തിരി ലേറ്റായി, 12:30-1 മണിയോടുകൂടി ഞാൻ കിടക്കാൻ പോയി. കിടന്നു കഴിഞ്ഞു. ആ വീക്കെൻഡ് ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു കോർണറിൽ 6 ചെറുപ്പക്കാർ ഒരു ചെറിയ മുറിയിൽ അവരെന്നും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ കൂടെ പോയി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ചെറുപ്പക്കാരനിലൂടെ ഈശോ ഇങ്ങനെ എന്നോട് ചോദിക്കുകയാണ്, ജോർജ് അച്ഛൻ എന്നാണ് കരഞ്ഞുകൊണ്ട് കുർബാന ചൊല്ലിയതും കണ്ണുനീർത്തുള്ളി കാസയിൽ വീണതുമെന്ന്. ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ലോകത്തിൽ ഒരു വ്യക്തി പോലും അത് കണ്ടിട്ടില്ലായിരുന്നു. ഒരു വ്യക്തി പോലും. ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു മൂലയിലുള്ള ഒരു സഹോദരൻ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിലൂടെ ഈശോ പറയുക, മോനെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമായിരുന്നു അത് എന്ന്. വചനം നമ്മോട് പറയുന്നു, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അധമ പ്രവർത്തനങ്ങൾക്കും അനുചിത പ്രവർത്തനങ്ങൾക്കും പിന്നാലെയല്ല നാം പോകേണ്ടത്. നമ്മെ കാത്തുകൊണ്ട് നമുക്ക് വേണ്ടി വിതുമ്പിക്കൊണ്ട് കാത്തിരിക്കുന്ന ഈശോയുടെ തിരുസന്നിധിയിലേക്ക് വരുവാൻ സാധിക്കണം. ദൈവമേ, ഇതാണ് നിന്റെ തിരുഹിതമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഗെത്സമൻ തോട്ടത്തിൽ വേദനയോടുകൂടി പ്രാർത്ഥിച്ച ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഈ രോഗം, ഈ സാമ്പത്തിക തകർച്ച, ഈ ജീവിത പ്രശ്നം ദൈവമേ നീ എനിക്ക് അനുവദിച്ചതാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കുന്നു, നിന്നോടൊത്ത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുക ഈ ലോകത്തിന്റെ ശക്തികളുടെ പിന്നാലെ പോകുമ്പോഴല്ല, നിന്നെ നോക്കി നിനക്ക് വേണ്ടി വിതുമ്പുന്ന ഹൃദയവുമായി കാത്തിരിക്കുന്ന കർത്താവിന്റെ തിരുസന്നിധിയിലാണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സംഭവിക്കുക എന്താണെന്ന് വളരെ വേദനയോടുകൂടി കൊച്ചുത്രേസ്യ പുണ്യത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്താ? സ്വർഗത്തിലായിരിക്കുക എന്നുള്ളതല്ല, മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുകയാണ്. കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? There is a mutual fusion taking place between me and my Jesus. എൻ്റെ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു.
ഞാൻ എൻ്റെ ഈശോയുടെ ഹൃദയത്തിൽ ഇല്ലാതായിത്തീരുന്നു. കൊച്ചുത്രീസ പറയുന്നതാണെന്നറിയോ? ഒരിക്കലും വിശുദ്ധ ബലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ബലിയർപ്പിത ജീവിതം ആരംഭിക്കുകയായി. വിശുദ്ധ ബലിയിൽ പങ്കാളികളാകുന്ന നമ്മള്, വിശുദ്ധ ബലിയിൽ നിന്നും സൗഖ്യവും സമാധാനവും സന്തോഷവും സ്വീകരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ കുടുംബത്തിൽ ബലിയായി തീരുവാൻ സാധിക്കണം. വിശുദ്ധ ബലിയിൽ ഈശോ മുറിച്ചു നൽകുന്നത് പോലെ, ഈശോ നമുക്കായിട്ട് ചൊരിഞ്ഞു നൽകുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഇത് സാധിക്കുക വിശുദ്ധ ബലിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദിവസം നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ വേദനയോടുകൂടി പ്രാർത്ഥിക്കുക. ഈശോയെ വേദനിപ്പിച്ച നിമിഷങ്ങളോർത്ത് മാപ്പപേക്ഷിക്കുക. അശുദ്ധമായ രീതിയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചോർത്ത് മാപ്പപേക്ഷിക്കുക. വിശുദ്ധ കുർബാന വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മൾ പോയ സ്ഥലങ്ങൾ ഓർത്ത് മാപ്പപേക്ഷിക്കുക. ഇന്ന് വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഇന്ന് പലർക്കും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രശ്നമുണ്ട്. വാട്ട് ഈസ് ദ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ ഹോളി മാസ്? വിശുദ്ധ കുർബാനയുടെ വില എന്താ? $10 $100? പ്രൈസ്ലെസ്. വിശുദ്ധ തോമസ് അക്വൈനസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, the value of the mass is the passion, death and resurrection of Jesus. It is beyond your pricing. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചിലർ ചെയ്യാറുണ്ട്, എന്താ കുർബാനയ്ക്ക് പൈസ കൊടുത്തേച്ച് വേറെ എവിടെയെങ്കിലും പോകും. പൈസയാണോ പ്രധാനം, അതോ നിങ്ങൾ ആ ബലിയിൽ പങ്കാളിക്കുകയാണോ വേണ്ടത്? കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു നോക്കുക. തമ്പുരാനോട് മാപ്പപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സൗഖ്യത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിശുദ്ധ ബലിയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചൊല്ലിത്തരാം. അത് നിങ്ങൾ മലയാളത്തിൽ പിന്നീട് പറഞ്ഞുകൊള്ളുക. ദിസ് ഈസ് കോൾഡ് ദ പ്രയർ ഓഫ് എ ചാലിസ്. ഫാദർ, to thee I raise my whole being, an empty vessel. Accept my emptiness and fill me with thyself, that thy precious gifts may radiate through me and overflow the chalice of my heart into the hearts of all whom I meet this day, revealing to them the beauty of your joy, wholeness, and the serenity of thy peace, which nothing can destroy. വിശുദ്ധ ബലിയിലെ കാസയോട് ചേർന്ന് നമ്മെ സമർപ്പിക്കുക. എൻ്റെ ശൂന്യതയെ, എൻ്റെ വേദനകളെ, എൻ്റെ നൊമ്പരങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ അങ്ങയെ കൊണ്ട് നിറയ്ക്കണമേ. ഞാൻ കണ്ടുമുട്ടുന്നവരോട് അവരോട് ചേർന്ന് അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ, യോഗ്യയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.